പ്രിയമുള്ളവരെ, ഈശോയിൽ എത്രയും സ്നേഹമുള്ളവരെ, ഇന്ന് കത്തോലിക്ക സഭയിലെ ഈശോ സഭയുടെ സ്ഥാപകനായ ഇഗ്നേഷ്യസ് ലയോള പുണ്യവാൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. ഇഗ്നേഷ്യസ് പുണ്യവാൻ്റെ പ്രത്യേകമായിട്ടുള്ള മാധ്യസ്ഥം ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് അപേക്ഷിക്കാം. ഇഗ്നേഷ്യസ് പുണ്യവാൻ തൻ്റെ കൂടെയുള്ളവരോട്, തൻ്റെ ജെസ്യൂട്ട് സഹചാരികളോട്, സഹോദരങ്ങളോട് കൂടെ പറയാറുള്ള ഒരു വാചകമുണ്ട്. ഇത്തെ ഇൻഫ്ലമാറ്റെ ഒംനിയ, ഗോ ആൻഡ് സെറ്റ് ദ വേൾഡ് ഓൺ ഫയർ. പോയി ഈ ലോകത്തെ മുഴുവൻ തീപിടിപ്പിക്കുക, ലോകത്തെ മുഴുവൻ തീപിടിപ്പിക്കുക. സുവിശേഷത്തിൻ്റെ തീയെ ഈ ലോകത്തെ മുഴുവൻ എത്തിക്കുക. സുവിശേഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ഈശോയുടെ രക്ഷയുടെ തീയെ ഈ ലോകം മുഴുവൻ എത്തിക്കുക. ഇതാണ് ഇഗ്നേഷ്യസ് പുണ്യവാൻ കൂടെ തൻ്റെ ജെസ്യൂട്ട് സഹോദരങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ തീപിടിച്ചുകൊണ്ട് ഇഗ്നേഷ്യസ് പുണ്യവാൻ്റെ കൂടെ തന്നെ ആദ്യകാലങ്ങളിൽ ആ ജെസ്യൂട്ട് സഭയുടെ ആദ്യകാലത്തെ ആ സഭയിൽ ഉണ്ടായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ പുണ്യവാൻ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വരികയും അതോടൊപ്പം തന്നെ നമ്മളുടെ നാട്ടിൽ ഒത്തിരിയേറെ പേരെ മാമോദീസ നൽകുകയും ഇന്ത്യയിൽ മാത്രമല്ല ഇന്തോനേഷ്യയിലും ജപ്പാനിലും ഈശോയുടെ സുവിശേഷം പറയുകയും അതിനുശേഷം പിന്നീട് മരണപ്പെട്ട് ഗോവയിൽ അടക്കപ്പെടുകയും ഇന്നും അഴിയാത്ത ഫ്രാൻസിസ് സേവ്യർ പുണ്യവാൻ്റെ ഭൗതിക ശരീരം ഒത്തിരിയേറെ പേര് നമ്മളവിടെ പോയി സന്ദർശിക്കുകയും അനുഗ്രഹം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ തീയെ ഇഗ്നേഷ്യസ് പുണ്യവാൻ പകർന്നു കൊടുത്ത, പറഞ്ഞു കൊടുത്ത, പാരീസ് സർവകലാശാലയിൽ വെച്ച് നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്കെന്ത് പ്രയോജനമെന്ന് ആവർത്തിച്ച് ലയോള പുണ്യവാൻ പറഞ്ഞു കൊടുത്ത് അത് സ്വീകരിച്ച് അതിനനുസരിച്ച് ഈ സുവിശേഷത്തിൻ്റെ രക്ഷയുടെ തീയെ ഹൃദയത്തിൽ ആളിപ്പിടിച്ച ഫ്രാൻസിസ് സേവ്യർ പുണ്യവാൻ. പ്രിയമുള്ളവരെ, ഇഗ്നേഷ്യസ് ലയോള പുണ്യവാൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ തീയെക്കുറിച്ച്, ഈ തീയെ, ഇത് സുവിശേഷത്തിൻ്റെ തീയാണ്, ഇത് രക്ഷയുടെ തീയാണ്. നമ്മൾ വായിക്കുന്നുണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 14-ാം തിരുവചനത്തിലെ എലിയ പ്രവാചകൻ്റെ സുന്ദരമായ ഒരു പ്രാർത്ഥനയാണ്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ അതീവ തീഷ്ണതയാൽ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ തീയെ, ഇതാണ് ഈ സുവിശേഷത്തിൻ്റെ തീയെ. ആ ദൈവത്തെ പ്രതിയുള്ള തീഷ്ണതയാൽ എരിഞ്ഞ് ഈശോ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈശോയുടെ സുവിശേഷത്തിൻ്റെ രക്ഷയൊക്കെ ലോകം മുഴുവൻ എത്തിക്കാനായിട്ട് ആവേശത്തോടു കൂടി നടന്നുപോയ, ജീവിച്ചുപോയ ഇഗ്നേഷ്യസ് ലയോള പുണ്യവാൻ. നമ്മൾ വായിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് റോമക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 11-ാം തിരുവചനത്തിലെ തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. ഇഗ്നേഷ്യസ് ലയോള പുണ്യവാൻ്റെ ജീവിതം ഇതായിരുന്നു. തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ അങ്ങനെ ആത്മാവിൽ ജ്വലിക്കുന്നവനായി കർത്താവിനെ ശുശ്രൂഷ ചെയ്ത ഇഗ്നേഷ്യസ് ലയോള പുണ്യവാൻ. പുണ്യവാൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നു, അതിന് വ്യത്യസ്തമായ ഘട്ടങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഘട്ടം ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, പുണ്യവാൻ ജനിക്കുന്നത് സ്പെയിനിലെ ബാസ്ക് റീജിയൻ 1491 ജനിക്കുന്നത്. അപ്പൻ ബെൽട്രാൻ ഇപ്പനസ് ദെ ലയോള, അദ്ദേഹം ഒരു മാടമ്പിയായിരുന്നു. ഏറ്റവും സമ്പന്നനായ മാടമ്പിയല്ല, എന്നാൽ ഒരുവിധം കുഴപ്പമില്ലാത്ത ഒരു മാടമ്പിയായിരുന്നു. പ്രഭു കുടുംബത്തിൽപ്പെട്ട അംഗമായിരുന്നു. അമ്മ മറീന സാഞ്ചസ് ദെ ലിക്കോണ. ഇഗ്നേഷ്യസ് പുണ്യവാൻ്റെ ചെറുപ്പത്തിൽ തന്നെ അമ്മ മരിക്കാനായിട്ട് ഇടവരുന്നുണ്ട്. 13 മക്കളുണ്ട്. അതിൽ 13-ാമനാണ് ഇഗ്നേഷ്യസ് ലയോള. 13 മക്കളിലെ 13-ാമൻ. അതുകൊണ്ട് എടുത്ത് വളർത്തുന്നത് ഒരു കരുവാൻ്റെ ഭാര്യയാണ്, മരിയ ദെ ഗാരിനാണ്. ആ വളർന്നു വന്ന ഇഗ്നേഷ്യസിൻ്റെ മനസ്സിലെ ഒരു പ്രഭുവാകണം, യോദ്ധാവാകണം, ഭൗതിക സുഖങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കണം എന്നുള്ളൊരു ചിന്തയായിരുന്നു. അതുകൊണ്ട് യുദ്ധത്തിന് പോയി പ്രഭുവായിത്തീരണം, ഭൗതികമായിട്ടുള്ള അധികാരങ്ങൾ നേടിയെടുക്കണം, പ്രഭുവിൻ്റെ അംഗീകാരങ്ങളും അധികാര പദവികളും സ്വന്തമാക്കണം, ഭൗതികമായിട്ടുള്ള സുഖഭോഗങ്ങളിൽ അനുഭവിച്ചുകൊണ്ട് ജീവിക്കണം, പ്രേമിക്കണം. ഇതൊക്കെയായിരുന്നു ഇഗ്നേഷ്യസ് ലയോള പുണ്യവാൻ്റെ ആദ്യകാല ചിന്തകൾ.
പിന്നീട് നമ്മൾ കാണുന്നത് ഇതൊക്കെ നേടാൻ വേണ്ടി ആൾ യുദ്ധത്തിന് പോകുന്നുണ്ട്. 1521 അദ്ദേഹം ഫ്രഞ്ചുകാർക്ക് എതിരെയുള്ളൊരു യുദ്ധത്തിൽ പോകുന്നുണ്ട്. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ കാലിന് വലിയൊരു വിപത്തുണ്ടാവുകയാണ്. അവിടെ ആ പീരങ്കിയുടെ ഉണ്ട വന്ന് അദ്ദേഹത്തിൻ്റെ കാലിൽ വന്ന് പതിക്കുകയും കാല് ഛിന്ന ഭിന്നമാവുകയും ചെയ്യുകയാണ്. അതേ തുടർന്ന് അദ്ദേഹത്തിന് വലിയൊരു നീണ്ട കാലം അദ്ദേഹത്തിന് ചികിത്സ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അദ്ദേഹം ഭവനത്തിലേക്ക് മടങ്ങുന്നു. ഭവനത്തിലായിരിക്കുന്ന ഇഗ്നേഷ്യസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നിർണായകമായൊരു ഘട്ടത്തിലേക്ക്, അടുത്തൊരു ഘട്ടത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയാണ്. ഭൗതികമായ സുഖങ്ങളുടെ പിന്നാലെ നടന്നിരുന്ന ഇഗ്നേഷ്യസ് ഈ ദീർഘകാലത്തെ ചികിത്സ, കാല് പലതവണ പല രീതികളിൽ ഓപ്പറേഷൻ ആ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള രീതിയിൽ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ദീർഘകാലം ഒരു ചികിത്സ വരുന്നു. ആ സമയങ്ങളിൽ അദ്ദേഹത്തിനെ വായിക്കാനായിട്ട് തമ്പുരാൻ്റെ ഒരു പരിപാലന, അതനുസരിച്ച് 2 പുസ്തകങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. ഒന്ന് ക്രിസ്തുവിൻ്റെ ജീവിത ചരിത്രം, അത് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് ദാറ്റ് ഹാസ് ബീൻ റിട്ടൺ ബൈ ലുഡോൾഫ് ഓഫ് സാക്സണി. വളരെ ക്ലാസിക് ആയിട്ടുള്ളൊരു പുസ്തകമാണ് ഈശോയുടെ ജീവിത ചരിത്രം. അതുപോലെ തന്നെ വിശുദ്ധന്മാരുടെ ജീവിതം, അസിസി പുണ്യാൻ്റെ, ഡൊമിനിക് പുണ്യാൻ്റെ ജീവിതം, അത് ജക്കോബസ് ദേ ഒറാഗിന എന്ന് പറയുന്നൊരു വ്യക്തി എഴുതിയൊരു പുസ്തകമാണ്. ഈ 2 പുസ്തകങ്ങളും ഇഗ്നേഷ്യസിൻ്റെ ജീവിതത്തെ പാടെ മാറ്റിമറിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം അതോടുകൂടെ വലിയൊരു വ്യതിയാനം ഉണ്ടാവുകയാണ്. ലോക സുഖങ്ങളോട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിരക്തി, താൻ പോകുന്ന വഴി അത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നു. ദൈവം തന്നിൽ നിന്നൊരു വിശുദ്ധ ജീവിതം പ്രതീക്ഷിക്കുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് കേൾക്കുന്ന നമ്മളോടും തമ്പുരാൻ ഈ സമയം സംസാരിക്കുന്നത്, നമ്മൾ പോകുന്ന വഴിയിൽ തെറ്റുകളുണ്ടെങ്കിൽ ഈശോ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നു, വ്യക്തിപരമായിട്ട് സംസാരിക്കുന്നത്, ആ വഴി ശരിയല്ല, തമ്പുരാൻ്റെ വഴിയിലേക്ക് തിരിച്ചു വാ. ഇഗ്നേഷ്യസ് ഭൗതികമായ സുഖങ്ങളുടെ പിന്നാലെ പോയി മാടമ്പിയായി, പ്രഭുവിൻ്റെ അധികാരങ്ങൾ സ്വന്തമാക്കിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ലോകം അദ്ദേഹത്തെ മനസ്സിലാക്കുകയില്ലായിരുന്നു. തമ്പുരാന് മറ്റൊരു പദവിയാണ്. ആ വഴി തെറ്റാണ് എന്ന് തമ്പുരാൻ പറഞ്ഞു കൊടുത്തപ്പോൾ ഹൃദയത്തിൻ്റെ തുറവിയോടുകൂടി, മനസ്സടയ്ക്കാതെ, അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളോട് യെസ് പറയുക. ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തോട് യെസ് പറഞ്ഞ് ഇഗ്നേഷ്യസ് ലയോള പുണ്യവാൻ മാനസാന്തരപ്പെടുകയാണ്. ഭൗതികതയിൽ നിന്ന് ഈശോയുടെ ലോകത്തിലേക്ക് ഇഗ്നേഷ്യസ് പുണ്യവാൻ പ്രവേശിക്കുകയാണ്. എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം, എഫേസ്യൻസ് 5:8. ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു. ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഇഗ്നേഷ്യസ് പുണ്യവാൻ്റെ ജീവിതം മാറുന്നു. റോമക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ഇതാ ഇഗ്നേഷ്യസ് പുണ്യവാൻ്റെ ജീവിതത്തിലുണ്ടായത്. മനസ്സിൻ്റെ നവീകരണം വഴി ഒരു രൂപാന്തരീകരണം. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായതെന്തെന്നും വിവേചിച്ചറിയുവാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, ഇഗ്നേഷ്യൻ ആധ്യാത്മികതയുടെ, ജെസ്യൂട്ട് സ്പിരിച്വാലിറ്റിയുടെ വലിയൊരു പ്രത്യേകതയാണ് ഈ വിവേചിച്ചറിയൽ, ഡിസേൺമെൻറ്റ്. അത് വളരെ വലിയൊരു പ്രത്യേകതയാണ്. പരിശോധിച്ചറിഞ്ഞ് തമ്പുരാനോട് ചോദിച്ച് പ്രാർത്ഥിച്ച് പലതുണ്ടാകാം, പല അഭിപ്രായങ്ങളുണ്ടാകാം. അതൊക്കെ കേട്ടതിന് ശേഷം തമ്പുരാനോട് ആലോചിച്ച് ചോദിച്ച് തമ്പുരാൻ്റെ മഹത്വത്തിന് ചേരുന്നത് എന്താണ് എന്ന് വിവേചിച്ചറിയുന്നൊരു ആധ്യാത്മികത. ഇതാണ് ഇഗ്നേഷ്യസ് പുണ്യവാൻ്റെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നത്. പാപത്തിനോട് നോ പറഞ്ഞ് പരിശുദ്ധാത്മാവോട് യെസ് പറയുന്ന ഒരു ജീവിത ശൈലി നമ്മൾ കാണുന്നുണ്ട്. എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 22-24 തിരുവചനം, എഫേസ്യൻസ് 4:22-24. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെയെറിയുവിൻ. ഈ ദൂരെയെറിയലാണ് ഇഗ്നേഷ്യസ് പുണ്യവാൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഭൗതികതയിൽ മനസ്സ് ആണ്ടുപോയിരുന്ന മനുഷ്യൻ പരിശുദ്ധാത്മാവിനോട് യെസ് പറയുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ പുണ്യവാൻ്റെ വലിയ മാധ്യസ്ഥം ഈ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, നവീകരിക്കപ്പെടട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ആരംഭത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ പരിശുദ്ധാത്മാവിൻ്റെ തീ നിങ്ങളെ തൊടാനിടവരട്ടെ. ഈ പുണ്യവാൻ്റെ മാധ്യസ്ഥം മൂലം
ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ഭൗതികമായിട്ടുള്ള തലങ്ങളിൽ മാത്രം ചിന്തിച്ച് ജീവിച്ചു പോകുന്ന നമ്മുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു വീഴട്ടെ. ഈ പുണ്യവൻ്റെ മാധ്യസ്ഥം വഴി ദർ ഷുഡ് ബി എ ചേഞ്ച്. അതെൻ്റെ ഹൃദയത്തിൽ ആ തമ്പുരാൻ്റെ തീ വന്നാലാണ്, ഈ നവീകരണത്തിൻ്റെ തീ വന്നാലാണ് എനിക്കെൻ്റെ ചുറ്റുപാടുകളിലും ഈശോയുടെ സുവിശേഷം, ആ സുവിശേഷത്തിന് രക്ഷ എനിക്ക് പറയാൻ പറ്റൂ. അത് ഈശോ ഇന്ന് നമ്മളെ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ മനസ്സിൻ്റെ ചൈതന്യത്താൽ നവീകരിക്കപ്പെടട്ടെ. നമ്മൾ വായിക്കുന്നുണ്ട് എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 23-ാം തിരുവചനം. നിങ്ങളുടെ മനസ്സിൻ്റെ ചൈതന്യത്താൽ നവീകരിക്കപ്പെടട്ടെ. 24-ാം തിരുവചനം, യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് കളഞ്ഞ് പുതിയ മനുഷ്യനെ ഇഗ്നേഷ്യസ് പുണ്യവാൻ ധരിക്കുകയാണ്. ഇനി പഴയ ലൗകിക ജീവിതത്തിന് പകരം ഈശോയെ എടുത്ത് ധരിക്കുകയാണ്. അതുവരെ ഒരു പ്രഭുവിൻ്റെ, ഒരു പട്ടാളക്കാരൻ്റെ ആയുധങ്ങൾ ധരിച്ചിരുന്ന ഇഗ്നേഷ്യസ് പുണ്യവാൻ ഇനി ക്രിസ്തുവിൻ്റെ ആയുധങ്ങൾ ധരിക്കുകയാണ്, ദൈവത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കുകയാണ്. തമ്പുരാൻ്റെ ഒരു പടയാളിയായിട്ട് മാറുകയാണ് ഇഗ്നേഷ്യസ് പുണ്യവാൻ്റെ ജീവിതം. ആ സമയങ്ങളിലാണ് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെ ഒരു ദർശനം ഇഗ്നേഷ്യസ് പുണ്യവാൻ ഉണ്ടാകുന്നത്. അതാ പോകുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിന് വലിയൊരു സ്ഥിരീകരണം ഉണ്ടാവുകയാണ്. പ്രിയമുള്ളവർ, നമ്മൾ തമ്പുരാന് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ തമ്പുരാൻ നമ്മൾ പോകുന്ന വഴികളിൽ നമ്മളെ ഉറപ്പിക്കും. ആ ഒരു ഉറപ്പിക്കൽ ഇഗ്നേഷ്യസ് പുണ്യവാൻ്റെ ജീവിതത്തിൽ ആ സമയങ്ങളിൽ ഉണ്ടാവുകയാണ്. അദ്ദേഹം ഒരു തീരുമാനം എടുക്കുകയാണ്. എനിക്ക് ഈശോ ജനിച്ച് ജീവിച്ച് മരിച്ച നാട്ടിലേക്ക് പോകണം, ജെറൂസലമിലേക്ക്. അങ്ങോട്ടൊരു തീർത്ഥയാത്രയ്ക്ക് വേണ്ടി ഇഗ്നേഷ്യസ് പുണ്യവാൻ പുറപ്പെടുകയാണ്. അവിടെ പോകുന്നുണ്ട് ഇഗ്നേഷ്യസ് പുണ്യവാൻ. പക്ഷേ ആ പോക്കിനോടനുബന്ധിച്ചുകൊണ്ട് 1522 മുതൽ 23 വരെയുള്ള കാലഘട്ടം ഒരു തീവ്രമായിട്ടുള്ളൊരു പ്രാർത്ഥനയുടെ കാലഘട്ടമായിരുന്നു ഇഗ്നേഷ്യസ് പുണ്യവാൻ്റെ ജീവിതം. അദ്ദേഹത്തിൻ്റെ വാൾ മോൺസിസറാത്ത് ആബിയിൽ അദ്ദേഹം ഉപേക്ഷിക്കുന്നുണ്ട്. തൻ്റെ വലിയ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ഒരു ഭിക്ഷക്കാരൻ അദ്ദേഹം കൊടുക്കും. എന്നിട്ട് ചാക്ക് വസ്ത്രം ധരിച്ച് ഗുഹയിൽ അദ്ദേഹം താമസിക്കുകയാണ്. ഏതാണ്ട് 10 മാസക്കാലം ഓരോ ദിവസവും ഏതാണ്ട് 7 മണിക്കൂറോളം അദ്ദേഹം പ്രാർത്ഥനയിലാകുന്നുണ്ട്. മൻരേസ എന്ന് പറഞ്ഞൊരു ഗുഹയിലാണ് അദ്ദേഹം ഈ തീക്ഷ്ണമായിട്ടുള്ള പ്രാർത്ഥനയിൽ അദ്ദേഹം ആകുന്നത്. ആ പ്രാർത്ഥന സമയങ്ങൾ ജസ്യൂട്ട് ആധ്യാത്മികതയുടെ കേന്ദ്രബിന്ദുവായിട്ട് പറയുന്ന, ഇഗ്നേഷ്യൻ സ്പിരിച്വാലിറ്റിയുടെ കേന്ദ്രബിന്ദുവായിട്ട് പറയുന്ന സ്പിരിച്വൽ എക്സസൈസുകൾ, ആത്മീയ അഭ്യാസങ്ങൾ എന്ന് പറയുന്ന പുസ്തകം രൂപപ്പെടുത്തിയെടുക്കുവാൻ തീർച്ചയായിട്ടും വിശുദ്ധനെ സഹായിക്കുന്നുണ്ട്. ഭാവന കണ്ടുകൊണ്ട് വേണം നമ്മൾ പൂർണ്ണമായിട്ടും ഇമ്മേഴ്സ്ഡ് ആയിട്ട് കൊണ്ടുവേണം പ്രാർത്ഥനയിൽ ലയിക്കാൻ. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഈശോയുടെ തിരുപ്പിറവിയെക്കുറിച്ച് ധ്യാനിക്കുകയാണെങ്കിൽ അവിടെയുള്ള ഓരോരുത്തരെയും നമ്മൾ കാണണം. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കണം. അതിന് ഞാനും അതിൻ്റെ ഭാഗമായിട്ട് തീരണം. അവിടെ ഇടയന്മാരെ കാണണം, രാജാക്കന്മാരെ കാണണം. അങ്ങനെയൊക്കെയാണ് ഇഗ്നേഷ്യൻ സ്പിരിച്വാലിറ്റിയുടെ ധ്യാനം. ആ ധ്യാനം അതൊരു വലിയൊരു ആത്മീയമായിട്ടുള്ളൊരു സാധനയാണ്. അത് വലിയൊരു ട്രഷറാണ്. കത്തോലിക്ക സഭയുടെ വലിയൊരു ട്രഷറാണ് ഈ ഇഗ്നേഷ്യൻ സ്പിരിച്വാലിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഈ സ്പിരിച്വൽ എക്സസൈസ് എന്നുള്ളൊരു ധ്യാന പരമ്പര തന്നെ. അദ്ദേഹം ആ സമയങ്ങളിൽ ആണ് അദ്ദേഹം പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള വലിയൊരു വെളിപാട് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. കൊർദനോർ നദിയുടെ സമീപത്തായിരിക്കുമ്പോൾ ഈ വലിയ ത്രിത്വത്തെക്കുറിച്ചുള്ളൊരു ദർശനം അദ്ദേഹത്തിനുണ്ടാവുകയും അതുവഴി തൻ്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹം അതാണെന്ന് പുണ്യവാൻ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ തമ്പുരാന് വേണ്ടി ഇറങ്ങിക്കഴിയുമ്പോഴില്ലേ, തമ്പുരാൻ നമ്മുടെ ഒപ്പം ഉണ്ടാകൂട്ടാ. ജീസസ് വിൽ ബി വിത്ത് അസ്, സംശയിക്കേണ്ട. ഇഗ്നേഷ്യസ് പുണ്യവാൻ്റെ ജീവിതത്തെ കർത്താവ് അങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. അങ്ങനെ തൻ്റെ സ്വന്തമാക്കിയ ഇഗ്നേഷ്യസ് പുണ്യവാൻ അദ്ദേഹത്തിനെ പഠിക്കാനായിട്ട് അദ്ദേഹം അയക്കപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിനാൽ അയക്കപ്പെടുകയാണ്. 1524 തൻ്റെ 33-ാം വയസ്സിൽ അദ്ദേഹം വീണ്ടും വിദ്യാർത്ഥിയാകുന്നു. ലത്തീൻ പഠിക്കാനായിട്ട് ചെല്ലുന്നു. പിന്നീട് പാരീസ് സർവകലാശാലയിലെ പഠനത്തിനായിട്ട് അദ്ദേഹം പോകുന്നു. അവിടെ വെച്ച് 6 ചെറുപ്പക്കാരുമായിട്ടൊരു കൂട്ട് അദ്ദേഹത്തിനുണ്ടാകുന്നു. ആ കൂട്ടാണ് ഒരുപക്ഷെ കത്തോലിക്ക സഭയെ തന്നെ മാറ്റിമറിച്ച
ഈശോയുടെ സുവിശേഷം ലോകത്തിന് അതിർത്തികളിലെത്തിച്ച ഈശോ സഭയെ തന്നെ രൂപപ്പെടുത്തുന്നത്. നമ്മൾ കാണുന്നുണ്ട് ഫ്രാൻസിസ് സേവ്യർ പുണ്യവാൻ. ഫ്രാൻസിസ് സേവ്യറിനുള്ള പ്രസിദ്ധമായ വാക്യം നമുക്കറിയാം. നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമാക്കിയ നിനക്കെന്ത് പ്രചോദനം. കൂടെ കൂടിയുള്ള ഇഗ്നേഷ്യസിൻ്റെ ഈ വാക്കുകൾ പിന്നീട് ഫ്രാൻസിസ് സേവ്യറിൻ്റെ ഹൃദയത്തിലാണ് പതിച്ചത്. കൂട്ടായവർ തമ്മിലെ. അതോടൊപ്പം തന്നെ വിശുദ്ധനായിട്ടുള്ള പീറ്റർ ഫേബർ, അദ്ദേഹത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് 2014 വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഒപ്പം മറ്റ് ആദ്യകാല ജെസ്യൂട്ട് സുഹൃത്തുക്കൾ നമ്മൾ കാണുന്നുണ്ട്. വലിയ ബൈബിൾ പണ്ഡിതനായിട്ടുള്ള അൽഫോൺസോ സാൽമറോൺ, അതുപോലെ തന്നെ രണ്ടാമത്തെ ജെസ്യൂട്ട് ജനറാളായിട്ടുള്ള ഇഗ്നേഷ്യസിന് ശേഷം പിന്നീട് ഈശോ സഭയുടെ ജനറാളായിട്ടുള്ള ദിയോഗോ ലയനസ്, ഒപ്പം തന്നെ ജർമ്മനിയിൽ മിഷൻ പ്രവർത്തനത്തിന് പോയ നിക്കോളോസ് ബോബദില്ല, ഒപ്പം തപസ് അതിൻ്റെ ആ വലിയ ചൈതന്യത്തിൽ മുന്നോട്ട് ജീവിച്ചു പോയിട്ടുള്ള സിമാനോ റോഡ്രിഗസ്, ഇവരൊക്കെ ഒരുമിച്ച് ചേർന്ന് ആ കൂട്ടാണ് പിന്നീട് ഓഗസ്റ്റ് 15, 1534 വിശുദ്ധ പത്രോസിൻ്റെ പള്ളി മൊത്മോർത്തെ, അവിടെ വെച്ച് ലയോളയിലുള്ള ആ പള്ളിയിൽ വെച്ച് അവർ ഒരുമിച്ച് ചേർന്നൊരു തീരുമാനമെടുക്കും. ഞങ്ങൾ ഇനിയൊരുമിച്ച് ജോലി ചെയ്യും തമ്പുരാന് വേണ്ടി. ഈശോ സഭയുടെ ആദ്യകാല ചരിത്രത്തിലെ നിർണായകമായൊരു ദിവസമാണിത്. അവർ ഒരുമിച്ച് ചേർന്ന് ലയോളയും തൻ്റെ 6 സുഹൃത്തുക്കളും ചേർന്നുകൊണ്ട് എടുക്കുന്ന ആ ഒരു തീരുമാനം ഈശോ സഭയുടെ രൂപീകരണത്തിൽ ഏറ്റവും നിർണായകമായ സമയമാണ്. നമ്മൾ പിന്നീട് കാണുന്നുണ്ട് 1540 പോൾ മൂന്നാമൻ മാർപ്പാപ്പയാണ് ജെസ്യൂട്ട് സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നത്. സഭയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്തവാക്യമാണ് ആദ് മയോരം ദിയേ ഗ്ലോറിയാം. ആദ് മയോരം ദിയേ ഗ്ലോറിയാം. ജെസ്യൂട്ട്സിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. AMDG, ഫോർ ദ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ഗോഡ്. ഡിസേൺമെൻറ്റിനെ കുറിച്ച് ഞാനിവിടെ മുമ്പ് സംസാരിച്ചു. എന്ത് ചെയ്യുകയാണെങ്കിലും ഇത് കർത്താവിൻ്റെ ഉപരിമഹത്വത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിന് വേണ്ടി. പ്രിയമുള്ളവരുടെ ശ്രദ്ധേയമായൊരു ചിന്തയുണ്ട്. നമ്മൾ ഓരോന്ന് ചെയ്യുന്നത് അത് എൻ്റെ മഹത്വത്തിന് വേണ്ടിയാണോ, എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണോ, അത് ദൈവമഹത്വത്തിന് വേണ്ടിയാണോ? ദൈവമഹത്വത്തിന് വേണ്ടിയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. ഓരോന്ന് ചെയ്യുമ്പോഴും ആലോചിക്കുക, ഇത് തമ്പുരാൻ്റെ മഹത്വത്തിനോ എൻ്റെ മഹത്വത്തിനോ? പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതം മാറ്റിമറിയും. തമ്പുരാൻ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടും, നവീകരിക്കപ്പെട്ട ജീവിതങ്ങളായിട്ട് തീരും. ഇതാണ് ജെസ്യൂട്ട്സിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം. ആദ് മയോരം ദിയേ ഗ്ലോറിയ, ഫോർ ദ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ഗോഡ്. വലിയൊരു ചിന്തയുണ്ട് അതിൽ, വലിയൊരു ചിന്തയുണ്ട്. ഞാൻ എൻ്റെ മഹത്വമല്ല അന്വേഷിക്കേണ്ടത്, ദൈവത്തിൻ്റെ മഹത്വം അന്വേഷിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് എനിക്കിടവരുമ്പോഴാണ് എൻ്റെ ജീവിതം ഇഗ്നേഷ്യസ് ലയോള പുണ്യവാനെ പോലെയുള്ള സുന്ദരമായിട്ടുള്ളൊരു ജീവിതമായിട്ട് രൂപാന്തരപ്പെടുകയുള്ളൂ. ജെസ്യൂട്ട്സ് എല്ലാ സന്യാസ സഭകളെ പോലെ തന്നെ അവർക്ക് 3 വ്രതങ്ങളുണ്ട്. ദാരിദ്ര്യം, അനുസരണം, ബ്രഹ്മചര്യം. അതുകൂടാതെ തന്നെ 4ാമത്തൊരു വ്രതം കൂടി ജെസ്യൂട്ട്സ് സ്വീകരിക്കാറുണ്ട്. അത് മാർപ്പാപ്പയോടുള്ള പരിധിയില്ലാത്തൊരു അനുസരണമാണ്. മാർപ്പാപ്പ ഒരു മിഷന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് പണിയുണ്ടെങ്കിലും അത് മാറ്റിവെച്ച് മാർപ്പാപ്പ പറയുന്നതിനോട് അനുസരിക്കാനായിട്ടുള്ള ഇറങ്ങി പുറപ്പാടാണ്. ലയോള പുണ്യവാൻ പറയുന്നത് യു ഷുഡ് ബി ജസ്റ്റ് ലൈക്ക് എ ഡെഡ് ബോഡി. പിന്നെ എൻ്റെ യുഗം അവിടെ ഇല്ല, ഞാൻ മാർപ്പാപ്പ എന്ത് പറയുന്നത് അനുസരിക്കുകയാണ്. പ്രിയമുള്ളൊരു കാലഘട്ടത്തിൽ വേണ്ടൊരു കാര്യമാണത്. സഭയിലൂടെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ അതൊരു പക്ഷെ എനിക്ക് ഇഷ്ടമില്ല എങ്കിലും അതനുസരിക്കാനായിട്ട് എൻ്റെ മനസ്സിനെ ഞാൻ പാകപ്പെടുത്തുമ്പോൾ അവിടെ തമ്പുരാൻ്റെ കൃപയുണ്ടാകും. അവിടെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സമൂഹത്തിൽ, എൻ്റെ ഇടവകയിൽ, എൻ്റെ സഭാ സമൂഹങ്ങളിലൊക്കെ തമ്പുരാൻ്റെ കൃപയുണ്ടാകുന്നത് ഈ അനുസരണത്തിലാണ്. അതുകൊണ്ട് 4ാമത്തൊരു വ്രതം പോലെ ഈശോസഭ അവർ വ്രതം ചെയ്യുന്ന സമയങ്ങളിൽ അവർ സ്വീകരിക്കുന്നതാണത്. മാർപ്പാപ്പയോടുള്ള അനുസരണം. എന്ത് മാർപ്പാപ്പ പറഞ്ഞാലും, ഏത് മിഷന് വേണ്ടി പോകാൻ പറഞ്ഞാലും, വേറെ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അത് മാറ്റിവെച്ച് മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം അങ്ങോട്ട് പുറപ്പെടുകയാണ്. അതാണ് ലോകത്തെ മുഴുവൻ തീപിടിപ്പിച്ചേ. ആരംഭത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ലോകത്തെ മുഴുവൻ തീപിടിപ്പിച്ചത്, സുവിശേഷത്തിന് തീയിട്ടത് മാർപ്പാപ്പ പോൾ മൂന്നാമൻ മാർപ്പാപ്പ
ആ കാലഘട്ടങ്ങളിൽ പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കൗണ്ടർ റിഫോർമേഷൻ, യഥാർത്ഥത്തിലുള്ള നവീകരണം കത്തോലിക്ക സഭയിലേക്ക് ഇതിനെ ബദലായി ഉണ്ടാക്കാൻ വേണ്ടി പോൾ മൂന്നാമൻ മാർപ്പാപ്പ അയക്കുന്നത് ജെസ്യൂട്ട്സിനെയാണ്. ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലേക്ക് അയക്കുന്നത് ജെസ്യൂട്ട്സിനെയാണ്. ഈ പ്രൊട്ടസ്റ്റൻറ്റിന് ബദലായിട്ട് അയക്കുന്നത് ജെസ്യൂട്ട്സിനെയാണ്. ഈശോയിലുള്ള തീക്ഷ്ണതയെക്കുറിച്ചും സുവിശേഷത്തിൻ്റെ രക്ഷയെക്കുറിച്ചും സഭയുടെ സത്യപ്രബോധനങ്ങളെക്കുറിച്ചും മാർപ്പാപ്പ അയക്കുന്നത് ജെസ്യൂട്ട്സിനെയാണ്. തെരഞ്ഞുപിടിച്ച് അയക്കുന്നത് ജെസ്യൂട്ട്സിനെയാണ്. പ്രിയമുള്ളവരെ, ഇത് വലിയൊരു ചിന്ത അതിലുണ്ട്. ഈ വലിയൊരു ചിന്ത അത് അനുസരണത്തിൻ്റെ ചിന്തയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിലെ ഈ അനുസരണത്തിന് വലിയൊരു പ്രാധാന്യം തീർച്ചയായിട്ടും ഉണ്ടാകണം. അടുത്തൊരു പ്രത്യേകത ടീം വർക്കാണ്. ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളവിടെ കാണുന്നുണ്ട്, ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ലയോള പുണ്യവാനും മറ്റാറ് പേരും ഒരു മനസ്സോടുകൂടി ഈ തമ്പുരാൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഒരു മനസ്സോടുകൂടി ജോലി ചെയ്യുകയാണ്. അത് ടീം വർക്കിൻ്റെ വലിയൊരു ഉദാഹരണമാണ്. പ്രിയമുള്ളവരെ, എൻ്റെ ഈഗോ ഇല്ലാതായി തീരുമ്പോഴാണ് അവിടെ ഈശോയുടെ രാജ്യം സ്ഥാപിതമായി തീരുക. 1+1 ഈസ് മോർ ദൻ 2 എന്ന് പറയും, സിനർജി എന്ന് പറയും. ആ സിനർജി ഉണ്ടാകുന്നത് എൻ്റെ ഈഗോ ഇല്ലാതായി തീരുമ്പോഴാണ്. ഞാൻ പറഞ്ഞത് മാത്രമേ നടക്കാവൂ എന്നുള്ളൊരു വാശി പലപ്പോഴും ഒരുമിച്ച് ചേർന്ന കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് അതിന് വലിയ വിഘാതം സൃഷ്ടിക്കാറുണ്ട് എന്നുള്ളൊരു കാര്യവും നാം മനസ്സിലാക്കുന്നുണ്ട്. അടുത്തൊരു പ്രത്യേകത, ഈ കാലഘട്ടത്തിന് വേണ്ട വലിയൊരു പ്രത്യേകതയാണ് ഡിസേൺമെൻറ്റ്. പരിശുദ്ധാത്മാവിന് വലിയൊരു ദാനമാണ് വിവേചനാശക്തി. വിവേകപൂർവ്വം വിവേചിക്കാനായിട്ട്, നമുക്ക് കൃത്യമായിട്ട് പരിശോധിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ വായിക്കുന്നുണ്ട് യോഹന്നാൻ്റെ ലേഖനം 4 അധ്യായം 1 വാക്യം, പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. ആത്മാക്കളെ പരിശോധിച്ചേ അവ ദൈവത്തിൽ നിന്നാണോ എന്ന് നിങ്ങൾ വിവേചിക്കുവിൻ. പല വ്യാജ പ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പലതും കേൾക്കാം. നമ്മളിപ്പോൾ വാട്സപ്പ് തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും റീലുകളായാലും എന്തൊക്കെ കേൾക്കണത് മുഴുവൻ അങ്ങ് വിഴുങ്ങരുത്. കേൾക്കണത് മുഴുവൻ അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കരുത്. ഡിസേൺമെൻ്റ് ഓഫ് സ്പിരിറ്റ്, ഇത് ദൈവത്തിൻ്റെ വചനത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണോ എന്ന് പരിശോധിക്കണം. ഇത് വലിയ അളവിൽ ഇഗ്നേഷ്യൻ സ്പിരിച്വാലിറ്റിയുടെ ഒരു ഭാഗമാണ് ഡിസേൺമെൻറ്റ്. പലതും എല്ലാം തുറന്ന മനസ്സോടുകൂടി നമ്മൾ കേൾക്കണം. പക്ഷെ ദൈവത്തിൽ നിന്നാണോ, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണോ, കർത്താവിൻ്റെ സുവിശേഷത്തിനോട് ചേരുന്നതാണോ ഇത് എന്ന് വിവേചിച്ചറിയാനും തീരുമാനങ്ങൾ കൈക്കൊള്ളാനുമായിട്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് 1553 ഇഗ്നേഷ്യസിൻ്റെ ആരോഗ്യം ക്ഷയിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി, ജീവിതകഥ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ലൂയിസ് ഗൊൺസാലസിനോട് പറഞ്ഞു കൊടുത്ത് അദ്ദേഹം എഴുതി വയ്ക്കുന്നുണ്ട്. പിന്നീട് ജൂലൈ 31, 1556 അദ്ദേഹം മരണപ്പെടുന്നുണ്ട്. മാർപ്പാപ്പയുടെ ഒരു ആശീർവാദം പ്രത്യേകമായിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. മലേറിയ പനി പിടിച്ചുകൊണ്ട് അദ്ദേഹം മരിക്കുന്നുണ്ട്. പിന്നീട് മനസ്സിലാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വലിയ ശാരീരിക വേദനകൾ, കിഡ്നിയിൽ ബ്ലാഡറിലും ഒക്കെ സ്റ്റോൺ ഉള്ളതായിട്ടൊക്കെ പിന്നീട് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അദ്ദേഹത്തിനെ അവിടെ തന്നെയുള്ള ക്രിപ്റ്റ് അറ്റ് മരിയ ദെ ലാ സ്റ്റാർദെ പള്ളിയിൽ അദ്ദേഹത്തിന് അടക്കുന്നു. പിന്നീട് ജെസ്യൂട്ട്സിൻ്റെ പൊതു മാതൃഭവനം ആയിട്ടുള്ള പള്ളിയായിട്ടുള്ള ചർച്ച് ഓഫ് ജേസു അവിടെ 1568 അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മാറ്റുന്നു. 1622 അദ്ദേഹത്തെ പോപ്പ് ഗ്രിഗറി 15 മാർച്ച് 12, 1622 അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് അദ്ദേഹത്തെ പ്രഖ്യാപിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു പട്ടാളക്കാരനായിട്ടുള്ള ഇഗ്നേഷ്യസ് ലയോള ഈശോയുടെ ധീരയോദ്ധാവായിട്ടുള്ള ചരിത്രമാണ് നമ്മളിവിടെ കണ്ടത്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ, ആദ്യകാലങ്ങളിലൊക്കെ സ്വന്തം അധികാരത്തിനും സുഖത്തിനും വേണ്ടി ജീവിച്ചിരുന്ന മനുഷ്യൻ പിന്നീട് കർത്താവിൻ്റെ ആയുധങ്ങളുമായി, കർത്താവിൻ്റെ ഒരു പടയാളിയായി അദ്ദേഹം രൂപാന്തരപ്പെടുന്നു. ഈശോ ഇന്ന് നമ്മളോട് ചോദിക്കുന്നത് അതുതന്നെയാണ്. നീ ഈശോയ്ക്ക് വേണ്ടി നിൻ്റെ ജീവിതം കൊടുക്കാനായിട്ട് തയ്യാറാണോ? ഫോർ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ഗോഡ് ആത്മയോരം ദിയെ ഗ്ലോറിയാം. ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിന് വേണ്ടി നിൻ്റെ ജീവിതം സമർപ്പിക്കാൻ തയ്യാറാണോ? ഗോ ആൻഡ് സെറ്റ് ദ വേൾഡ് ഓൺ ഫയർ. തീ കത്തിക്കേ,
സുവിശേഷത്തിൻ്റെ തീയെ, സ്നേഹത്തിൻ്റെ തീയെ, കാരുണ്യത്തിൻ്റെ തീയെ ഈ ലോകം മുഴുവൻ കത്തിക്കേ. അതിനുള്ളൊരു തീഷ്ണത പ്രിയമുള്ളവരെ ഇഗ്നേഷ്യസ് ലയോള പുണ്യവാൻ നമുക്ക് നൽകട്ടെ. ആദ്യത്തെ ജെസ്യൂട്ട് മാർപ്പാപ്പയായി, ആദ്യത്തെ ജെസ്യൂട്ടാണ് നമുക്കറിയാം ഫ്രാൻസിസ് മാർപ്പാപ്പ. ഈ തീ തന്നെയാണ് മാർപ്പാപ്പ പറഞ്ഞത്, സുവിശേഷത്തിൻ്റെ തീയെ ലോകം മുഴുവൻ എത്തിക്കാനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ച് നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. പരിശുദ്ധ പിതാവ് ഇതേ ജെസ്യൂട്ട് ചൈതന്യത്തിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിച്ച് ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുത്ത് നമുക്കും ഈശോയ്ക്ക് വേണ്ടി, ഈശോയുടെ സുവിശേഷത്തിന് വേണ്ടി, ഈശോയുടെ സ്നേഹത്തിന് വേണ്ടി, ദൈവവചനത്തിന് വേണ്ടി നമുക്ക് തമ്പുരാൻ്റെ സ്നേഹത്തിൻ്റെ, രക്ഷയുടെ, സുവിശേഷത്തിൻ്റെ ധീരസാക്ഷികളായിട്ട് നമുക്ക് മാറാം. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള പുണ്യവാൻ നമ്മെ സ്വർഗത്തിലിരുന്ന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിലെ പാപത്തിൻ്റെയൊക്കെ അവസ്ഥകൾ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ തീ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വന്ന് വീഴട്ടെ. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തീ പിടിപ്പിക്കട്ടെ. കർത്താവിന് വേണ്ടി ജീവിക്കാനായിട്ട്, എൻ്റെ കാര്യത്തിന് പകരം കർത്താവിൻ്റെ കാര്യത്തിന് വേണ്ടി ജീവിക്കാനായിട്ട് വിവേചിച്ചറിയാൻ, കർത്താവിന് ധീര യോദ്ധാവാക്കുവാൻ, കർത്താവ് പറയുന്ന സ്നേഹത്തിൻ്റെ സാക്ഷികളായിട്ട് തീരാൻ നമ്മിൽ വന്ന പരിശുദ്ധാത്മാവ് ഈ പുണ്യവാൻ്റെ വലിയ മാധ്യസ്ഥം വഴി നമ്മെ ശക്തിപ്പെടുത്തട്ടെ, നമ്മെ ചലിപ്പിക്കട്ടെ, നമ്മെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.